നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഇഞ്ചക്കുണ്ടൽ ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിന്റെ വികസനത്തിന് പുതുജീവൻ. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 57 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് നെരിന്നാമ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിതാജനൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CC ബിജു, പ്രധാനാധ്യാപിക റിൻസി ജോൺ, PTA പ്രസിഡന്റ് ഷാജി തോമസ് എന്നിവർ പ്രസംഗിച്ചു. നവീകരിച്ച തലൂർ തൈക്കാട്ടുശ്ശേരി വല്ലച്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഏകദേശം 2.650 കിലോമീറ്റർ ദൂരമാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ BM&BC ടാറിംഗ് നടത്തി നവീകരിച്ചത്. ഇതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് ശാശ്വതമായ പരിഹാരമായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു എന്നിവർ പ്രസംഗിച്ചു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ കുറച്ച് നാളൊക്കെ പോയിട്ടും അദ്ദേഹം ഈ പദ്ധതി ഉപേക്ഷിക്കാതെ അദ്ദേഹം ഈ വർക്ക് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തിന് ഞങ്ങളിടയ്ക്കൊക്കെ ചീത്തയൊക്കെ പറയാറുണ്ട്, തരത്തിൽ ചെയ്യാണ്ടൊക്കെ ആകുമ്പോൾ. പക്ഷേ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം, ആദ്യം പഠിക്കണം. മനസ്സിലാവുണ്ട്. ബോർഡ് എഴുതിയിട്ടുണ്ട് കാര്യമില്ല. വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴി 57 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തൃശൂർ റൂറൽ സൈബർ പോലീസ് സംഘം പിടികൂടി. കോഴിക്കോട് കസബ ചാലക്കുളം സ്വദേശി താമരത്ത് വീട്ടിൽ T അഖിലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് നിന്നാണ് സൈബർ പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കിഴുത്താണി സ്വദേശിയായ യുവാവാണ് തട്ടിപ്പിനിരയായത്. വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വൻ ലാഭമുണ്ടാകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതി യുവാവിനെ വലയിലാക്കിയത്. 2025 ജൂൺ മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള കാലയളവിൽ വിവിധ ഘട്ടങ്ങളിലായി 57,41,000 രൂപയാണ് പരാതിക്കാരൻ നിക്ഷേപിച്ചത്. എന്നാൽ ലാഭവിഹിതമോ നിക്ഷേപിച്ച തുകയോ തിരികെ ലഭിക്കാതെ വന്നതോടെ യുവാവ് പോലീസിനെ സമീപിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ SHO PS സുജിത്ത്, GSI TN അശോകൻ, CPOമാരായ ഷിബു വാസു, സുദീപ്, അനന്തു എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ വലയിലാക്കിയത്. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കൊടകര ഗ്രാമപഞ്ചായത്ത്. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ മിനിദാസൻ അധ്യക്ഷയായി. കൊടകര ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ PM സൗമ്യ, കൊടകര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ വിനയൻ തോട്ടാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ആൻഡോ കവലക്കാട്ട് രചിച്ച ഗോൾഡൻ ബൈബിൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. ഗമകം സംഗീതവേദിയുടെ നേതൃത്വത്തിൽ പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ നടന്ന പാട്ടരങ്ങ് സംഗീത പരിപാടിക്കിടെയായിരുന്നു പുസ്തക പ്രകാശനം. ഒല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി, സെക്രട്ടറി KR ഔസേഫ് എന്നിവർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പസാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അനിൽ പടവരാട്, AA ജോസ്, വിശ്വനാഥൻ, നിഷ വാസുദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,635 രൂപയും പവന് 1,17,080 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.